ഹലോ, എല്ലാവരും ഓണൊക്കെ അടിച്ചു വിളിച്ചില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഓഫീസിലുണ്ടായ ഒരു സിമ്പിൾ ഓണം സെലിബ്രേഷൻ കണ്ടാലോ? വാ. പതിവ് പോലെ പ്രെയറിനാണ് ഡേ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഫോർമൽ ഡ്രസ്സിൽ നിന്ന് എല്ലാവരും ഇന്നത്തേക്ക് ട്രഡീഷണൽ ഡ്രസ്സിലാണ് കേട്ടോ വന്നേക്കണത്. കണ്ടില്ലേ, എല്ലാവരും തിളങ്ങി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് ഓണം എത്തിയെന്ന് തോന്നുക. പക്ഷെ ഇന്നത്തെ കപ്പ് കൊണ്ടുപോയത് ദേ ഈ രണ്ട് സാറുമാരാണ് കേട്ടോ. അമ്പാടിയാണെങ്കിൽ എനിക്ക് പൂ വെച്ച് തരാനുള്ള തിരക്കിലാണ്. പിന്നെ ഫുള്ള് ഫോട്ടോ വീഡിയോ സെക്ഷൻ ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. ഇത് കംപ്ലീറ്റ് അല്ല, ഇനി മെമ്പേഴ്സ് ഉണ്ട്. ഓണത്തിന്റെ മെയിൻ ആയിട്ടായ പൂക്കളം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇന്നൊരു ദിവസത്തേക്ക് വർക്കുന്നൊക്കെ മാറി ഫുള്ള് സെലിബ്രേഷൻ മൂഡാണ്. അങ്ങനെ പരിപാടി നടക്കണ ഹോളിക്കൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയേക്കണത്. ലിഫ്റ്റും തക്ക സമയത്ത് കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് 6th ഫ്ലോറിലേക്ക് പോവാൻ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഹോള്. കഴിഞ്ഞ തവണത്തെക്കാട്ടി ഇപ്രാവശ്യമാണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. പിന്നെ എല്ലാ ഗെയിംസിലും ഫസ്റ്റ് അടിക്കണം എന്ന ലക്ഷ്യത്തിൽ എല്ലാം അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. പിന്നെ സദ്യ കഴിക്കേണ്ട നേരമായി. പിന്നെന്താ, കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങളും ഇരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഓണത്തിന് എല്ലാവരും കൂടി ചേർന്ന് ഇതേപോലെ സദ്യ കഴിക്കുന്നത് ഒരു പ്രത്യേക ഫീലാണല്ലേ. പിന്നെ ഓലം വന്നു, കാളം വന്നു, എലിശ്ശേരി വന്നു, 2 കൂട്ട പായസവും വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഗോസിപ്പൊക്കെ അടിച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് താഴ്ത്തേക്ക് തന്നെ വന്നു കേട്ടോ. ഇതിനൊരു പ്രത്യേക ഫീലാണ്. ഏത് പണിയെടുക്കാണ്ട് ഇതേപോലെ വർത്താനം പറഞ്ഞിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ മാവേലി എത്തി. ഞങ്ങളുടെ മാവേലി സൂപ്പർ ആയിട്ടില്ലേ? തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കിണ്ണങ്കാച്ചി മാവേലി. മാവേലി വന്നതോടെ പ്രോഗ്രാംസ് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അങ്ങനെ ഇത്തവണത്തെ ഓണം എല്ലാം കൊണ്ടും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.